ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന ജി അരവിന്ദൻ്റെ കോമിക് ആഖ്യായികയുടെ സമ്പൂർണ്ണ പതിപ്പ് ആ, പുറത്തിറങ്ങിയതിനെ മലയാളികളുടെ പുതിയ തലമുറ എങ്ങനെ കാണുന്നു എന്ന് അന്വേഷിക്കുവാനാണ് ആ, ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റ് ശ്രമിക്കുന്നത്. 1961 മുതൽ 13 വർഷങ്ങൾ തുടർച്ചയായി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ജി അരവിന്ദൻ വരയ്ക്കുകയും എഴുതുകയും ചെയ്ത കോമിക് പരമ്പരയായിരുന്നു ചെറിയ മനുഷ്യരും വലിയ ലോകവും. കാർട്ടൂൺ ലോകത്ത് തന്നെ ഇതിന് മറ്റു മാതൃകകൾ പൂർവ്വ മാതൃകകൾ അന്നില്ലായിരുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. ആഗോള പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞാനിത് പറയുന്നത്. ചെറിയ മനുഷ്യരും വലിയ ലോകത്തിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കുന്ന ഒരു ചരിത്ര വസ്തുതയാണത്. 1973 ചെറിയ മനുഷ്യരും വലിയ ലോകവും അവസാനിച്ചു. അതിനും 5 വർഷങ്ങൾക്ക് ശേഷമാണ് വിൽ ഐസ്നർ തൻ്റെ 61-ാമത്തെ വയസ്സിൽ ന്യൂയോർക്കിൽ അത്തരത്തിൽ ഒരു ആഖ്യായിക പുറത്തിറക്കിയത് തന്നെ എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. 1961 ചെറിയ മനുഷ്യരും വലിയ ലോകവും വരച്ചു തുടങ്ങുമ്പോൾ ജി അരവിന്ദിന് 26 വയസ്സ് മാത്രമായിരുന്നു പ്രായമെന്നും നാം ഓർക്കുക. 1978 ആദ്യമായിട്ട് ചെറിയ മനുഷ്യരും വലിയ ലോകവും സമാഹരിക്കപ്പെട്ടത്. 1996 മറ്റൊരു സമാഹാരവും വന്നു. എന്നാൽ അത് രണ്ടും സമ്പൂർണ്ണമല്ലായിരുന്നു. ഇപ്പോഴാണ് ഈ നാം ഇപ്പോൾ കാണുന്ന ഈ സമ്പൂർണ്ണ പതിപ്പ് പുറത്ത് ഇറങ്ങിയത്. ഈ ലക്കം ദില്ലി ദാലി പോഡ്കാസ്റ്റ് ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കോമിക് ആഖ്യാനത്തെ കേരളത്തിൻ്റെ പുതിയ തലമുറ എങ്ങനെ കാണുന്നു എന്ന് അന്വേഷിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സനീദ് ആസിഫ് അലിയാണ്. പേര് ഞാൻ കറക്റ്റായിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു. അതെ, ഓക്കെ. അതെ സർ, കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. എത്ര വയസ്സായി സനീദിന്? എനിക്കിപ്പോ 39 വയസ്സായി. ഞാൻ ഒരു IT ഉദ്യോഗസ്ഥനാണ്. 16 കൊല്ലമായിട്ട് ഇപ്പോ IT-ലുണ്ട്. ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു കോമിക് ആർട്ടിസ്റ്റ് ആണ്, കോമിക് ക്രിയേറ്റർ ആണ്. അതെ, ഒരു കോമിക് ക്രിയേറ്ററാണ് അദ്ദേഹം. ഒരു സ്റ്റുഡിയോ നിയറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് കോമിക് പബ്ലിഷിംഗ് ഹൗസ് നടത്തുന്നയാളാണ്, കൊച്ചി ബേസ്ഡ് ആയിട്ട്. സ്വാഗതം സനീദ് ഈ വളരെ പ്രധാനപ്പെട്ട ഈ പോഡ്കാസ്റ്റ് ലക്കത്തിലേക്ക്. ഒരുപാട് ഒരുപാട് സന്തോഷം ഗോപാലകൃഷ്ണൻ സാർ. ഈ യുവതലമുറ എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, 39 വയസ്സുള്ള ഒരാളെ എങ്ങനെയായിരിക്കും. ഇപ്പൊ അതിലും ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ സാർ ഇത് പറഞ്ഞപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാനും കുറച്ച് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു കോമിക് കൂട്ടായ്മകളിലുള്ള കുറച്ച് പേരോടൊക്കെ ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങൾ വായിച്ചിട്ട് എങ്ങനെയാണ്. അപ്പൊ അവരും അവരുടെ ഭാഗത്തു നിന്നും കുറച്ച് ഒരു ഇൻപുട്സും കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കുറച്ചും കൂടി ഒരു യങ് ജനറേഷൻ എങ്ങനെയായിരിക്കും ഇതിനെ കാണാം എന്നുള്ളത്. പക്ഷെ എന്തായാലും ഈ പുസ്തകത്തിന്റെ ഒരു ഇറങ്ങിയ തീയതി വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ എല്ലാ പ്രസിദ്ധീകരണവും കഴിഞ്ഞ് 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ തീർച്ചയായിട്ടും ഇതുമായിട്ട് യാതൊരു വിധ അങ്ങനത്തെ ഒരു നൊസ്റ്റാലജിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇത് പണ്ട് വായിച്ചിട്ടുള്ളവയാളെന്നുള്ള രീതിയിലുള്ള ഒരു കണക്ഷൻ എനിക്കില്ല. അപ്പൊ ആ രീതിയിൽ ആണ് ഞാൻ പിന്നെ അവനെ സംബന്ധിച്ചത് പറഞ്ഞത്. അതാണ് സജിദിൻ്റെ തലമുറയ്ക്ക്, അല്ലെങ്കിൽ സജിദിനേക്കാൾ ചെറുപ്പമുള്ള തലമുറയ്ക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒരു കാലമാണോ ചെറിയ മനുഷ്യരും വലിയ ലോകത്തിലുള്ളത്? ഇപ്പം ഞാൻ ജനിച്ചത് 1961 അന്നാണ് ഇത് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. അപ്പം ഞാനിത് വായിക്കുന്നില്ല. ഞാൻ ഗൗരവമായി എന്തെങ്കിലും വായിക്കാൻ ശ്രമിക്കുന്ന കാലമായപ്പോഴത്തേക്കും 1973 ഇത് അവസാനിച്ചു. ചെറിയ മനുഷ്യരും വലിയ ലോകവും അവസാനിച്ചു. അപ്പം ഞാൻ പോലും പിൽക്കാലത്താണ് ചെറിയ മനുഷ്യരും വലിയ ലോകവും വായിക്കുന്നത്, ഞാനും എന്നെപ്പോലെയുള്ള തലമുറയിലുള്ളവരും. അപ്പോൾ 39 വയസ്സ് മാത്രമുള്ള സനദിന് ചെറിയ മനുഷ്യരും വലിയ ലോകവും എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? പല രീതിയിലുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഈ പുസ്തകത്തിനെ പറ്റിയിട്ട്. ഇപ്പൊ ഞാനൊരു ജനിച്ചൊരു കുറച്ച് മുമ്പ് നമ്മൾ ബോബനും മോളിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള കോമിക് ബുക്കുകൾ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ
കസിന്റെ കയ്യിൽ ടിൻ കോമിക്സിന്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതും ആണ് നമുക്ക് കോമിക് എന്ന് പറയുന്ന മീഡിയം. ഓക്കെ, ഇതിനൊരു മലയാളി സ്വഭാവം ഉണ്ടെന്നും ഇതിനൊരു ഇന്റർനാഷണൽ രീതിയിലുള്ള പലതരം വ്യാഖ്യാനങ്ങൾ ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. ചെറിയ മനുഷ്യരും വലിയ ലോകവും ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നത് എന്റെ മദറാണ്. ഇങ്ങനെ ഇങ്ങനെ ഒരു പുസ്തകം വന്നിരുന്നു, അതൊരു പ്രായമായ ആൾക്കാർക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത്. അതിൽ ഇത് പൊളിറ്റിക്സും സോഷ്യൽ കാര്യങ്ങളും അതാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. രാമുവിന് ജോലി കിട്ടാത്തത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. സനിത് അപ്പൊ അങ്ങനത്തെ ആലുവയാണ് അല്ലേ? അതെ അതെ, ആലുവയാണ്, ആലുവ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അപ്പൊ ആലുവ. അപ്പൊ ഉമ്മച്ചി ജനിച്ചത് 57 ഉമ്മച്ചി ജനിക്കുന്നത്. അപ്പൊ 56 അത്. അപ്പൊ ഉമ്മച്ചിക്കും ഈ പറഞ്ഞ പോലെ സാർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 5 വയസ്സുള്ളപ്പോഴാണ് തുടങ്ങുന്നത്. അപ്പൊ അവസാന ലക്കങ്ങളിൽ കുറച്ച് വായിച്ചിട്ടുണ്ടെന്നല്ലാതെ പൂർണ്ണ രൂപം ഇപ്പോഴാണ് ഉമ്മച്ചിയും വായിക്കുന്നത്. അപ്പൊ എന്നാലും ഉമ്മച്ചിക്ക് അന്നത്തെ ഈ ഒരു പുസ്തകത്തിന്റെ ഇമ്പോർട്ടൻസും ഉമ്മച്ചിയുടെ ഉന്നത തലമുറ അത് എങ്ങനെയൊക്കെയാണ് വായിച്ചിരുന്നത് എന്നുള്ള കോണ്ടെക്സ്റ്റ് വളരെ നന്നായിട്ട് അറിയായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഇതിനെ വായിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ നമുക്കിത് ഭയങ്കര ഫാസിനേഷൻ ആണ്. ഈ കഥകൾ കേട്ടിട്ടുള്ള ഫാസിനേഷൻ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെയാണ് എറണാകുളം പബ്ലിക് ലൈബ്രറി പോയിട്ട് ഈ പുസ്തകം ഒരു സമ്പൂർണ്ണ രൂപത്തിൽ, എനിക്ക് തോന്നുന്നു DC പബ്ലിഷ് ചെയ്ത് 90കളിൽ പബ്ലിഷ് ചെയ്ത എഡിഷനാണ് ഞാൻ വായിച്ചത് ആദ്യമായിട്ട്. അങ്ങനെ അത് വായിക്കുന്നു. അതിന്റെ ഒരു അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ട്. അപ്പൊ ഞാൻ ആ സമയമാകുമ്പോഴേക്കും ഞാൻ ഈ ഗ്രാഫിക് നോവൽ പെർസെപോളിസ് മൗസ് അങ്ങനത്തെ ഗ്രാഫിക് നോവലുകൾ, ഇപ്പൊ അഭിജിത്ത് സാറിന്റെ സ്റ്റോറീസിനെ പറ്റിയിട്ടൊക്കെ നമുക്കറിയാം. അപ്പൊ ആ സമയത്ത് ഇത് വായിക്കുമ്പോഴാണ് നമുക്ക് വളരെ മുന്നേ തന്നെ ഇങ്ങനെ ഒരു പാറ്റേണിൽ ആദ്യമേ തൊട്ട് ഒരു കഥാപാത്രത്തിനെ പിന്തുടർന്ന്, ഒരു രാമുവിനെ പിന്തുടർന്ന് ഒരു കഥാപാത്രത്തിന്റെ എവല്യൂഷനെ മൊത്തം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സൃഷ്ടി. അത് പുസ്തക രൂപത്തിൽ വായിക്കുമ്പോൾ അതൊരു കോമിക് സ്ട്രിപ്പ് ആണെങ്കിൽ കൂടി ഓരോ പേജിനും ഒരു പഞ്ച് ലൈനും ഒരു സർട്ടൺ ഒരു കംപ്ലീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ത്രെഡായിട്ട് ഇങ്ങനെ ഒരു കഥാപാത്രം ഇവോൾവ് ചെയ്യുന്നു, അയാൾക്ക് പ്രായമാവുന്നു. അത് മൈനർ ആയിട്ടുള്ള ചേഞ്ചസ്, അയാളുടെ തടിയിൽ വരുന്ന വ്യത്യാസം, അപ്പൊ ആ ഒരു ഇത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിരുന്നു എനിക്ക്. ഇപ്പൊ ക്യാരക്ടർ എവല്യൂഷന്റെ ഭാഗമായിട്ട് അത് വരുന്നത്. സനിത് സാധാരണ വായിക്കാറുള്ള ഇഷ്ടപ്പെട്ട കോമിക്കുകൾ ഏതൊക്കെയാണ്? ഞാൻ ചോദിക്കുന്ന ആദ്യ പഴയത് മുതൽ ഈ സമകാലികമായിട്ടുള്ളത് തന്നെ ഏതൊക്കെയാണ് സനിതിന്റെ ഫേവറേറ്റ്? എന്റെ കോമിക്, അതായത് തുടക്കം ഈ പറഞ്ഞ പോലെ ഇതിനോട് ഫാസിനേഷൻ തോന്നുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് എന്റെ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ടിൻ കോമിക്സ് ആണ്. കാരണം അതെനിക്ക് അതിന്റെ ഒരു വളരെ ലാളിത്യവും അതിന്റെ വരകളിലുള്ള ഒരു പേജിൽ തന്നെ ഒരുപാട് ആക്ഷൻ ഉൾക്കൊള്ളിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് വേറൊരു ഒരു അഡ്വഞ്ചർ എന്നുള്ള ഒരു തീമിനോടല്ലാതെ മറ്റ് കമ്മിറ്റ്മെന്റ് ഇല്ലാതെ വളരെ ഓണസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചെറുപ്പം തൊട്ടിട്ട് ഞാൻ വരയ്ക്കുന്ന ആളാണ്. ഈ ചെറിയ ചെറിയ വരകൾ, കാർട്ടൂണിങ് വരകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമിക് വരകൾ, റാദർ ദാൻ ഇപ്പൊ മാർവൽ DC ഒക്കെ വായിക്കുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള സൂപ്പർ ഹീറോ ടൈപ്പ് ആയിട്ടുള്ള ഭയങ്കര ഡീറ്റെയിലിംഗ് വരെയാണ്. പക്ഷെ ഈ കാർട്ടൂൺ വരകൾ വരയ്ക്കുമ്പോഴാണ് ഞാനിങ്ങനെ പെർസെപോളിസ് എന്നുള്ള പുസ്തകം ഡിസ്കവർ ചെയ്യുന്നത്. അപ്പൊ അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. കാരണം അതിന്റെ വരകൾ ഒരു കാർട്ടൂണിക് കോമിക് സ്വഭാവമുള്ള വരകളാണെങ്കിൽ കൂടും അത് ഡീൽ ചെയ്യുന്ന തീമുകൾ വളരെ ഇതാണ്. അപ്പൊ എന്റെ ഫേവറേറ്റ് ബുക്കുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പെർസെപോളിസ് അതിലൊരു വലിയൊരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ്. പിന്നെ ഈ പറഞ്ഞ പോലത്തെ മൗസിന്റെ ആ ഒരു ഇമ്പോർട്ടൻസും ഭയങ്കരമായിട്ട് ഇത്. പിന്നെ മാലിക് സാജദിന്റെ മുന്നു, അതുപോലെ തന്നെ ഏകദേശം കശ്മീരിന്റെ കഥ പറഞ്ഞിട്ടുള്ള മുന്നു. അപ്പൊ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജോസ് ആക്കോടെ ഇപ്പോ കോമിക് റിപ്പോർട്ടിംഗ് ആയിട്ടുള്ള പലസ്തീൻ, ഫുട് നോട്ട്സ് അറ്റ് ഗാസ, ഇപ്പൊ ഇങ്ങനത്തുള്ള പുസ്തകങ്ങളോട് വളരെയധികം ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ചേർന്ന് തന്നെ ഏതൊരു ടിൻ ആസ്ട്രിക്സ്, ഈവൻ മാർവൽ DCയിൽ നല്ല പുസ്തകങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പുറകെ പോകും. അതാണ് എനിക്ക് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. എല്ലാം ഒരു കോമിക്സ് എന്ന് പറയുന്ന. എൻ്റെ മകനും നിരഞ്ജനും സനിതും തമ്മിൽ നല്ല പ്രായ വ്യത്യാസമുണ്ട്. അവന് 24 വയസ്സാകുന്നേ ഉള്ളൂ. പക്ഷെ അവനും വളരെ വളരെ ക്ലോസ് ആയിട്ട് ഈ കോമിക്കിന്റെ ലോകത്തിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പക്ഷേ ഈ പുസ്തകം, ഈ ചെറിയ മനുഷ്യരും വലിയ ലോകവും, ഞാൻ നാട്ടിലായിരുന്ന സമയത്താണ് തപാലിൽ ഇത് നമ്മുടെ വീട്ടിൽ വന്നത്. അവനും വലിയ താല്പര്യത്തോടു കൂടി ഇതിനെ കാണുകയും ഇത് മറച്ചു നോക്കുകയും ഒക്കെ ചെയ്ത് എന്നോട് പറഞ്ഞത് ഞാൻ ഓർത്തു. അത് പെട്ടെന്ന് എവിടെയോ ഇത് റിലേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയിൽ കോമിക് സാക്ഷരത ഉള്ള പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ തലമുറ ചെറിയ മനുഷ്യരും വലിയ ലോകത്തിനോടും റിലേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ റിലേറ്റ് ചെയ്യുന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അതെ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതൊരു പല ആംഗിളുകളിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതായത് ഒന്ന്, അതൊരു ചരിത്ര
പുസ്തകം പോലെയാണ്. അതെ. ഒരു മറഞ്ഞുപോയ കാലത്തിനെ ഇപ്പോ 1961 തൊട്ട് 73 വരെ എന്തായിരുന്നു അന്നത്തെ ജീവിതം, അതിന്റെ ഒരു നേർരൂപം പോലെ കാണുകയാണ്. അതും അത് വളരെ ഉപരിപ്ലവമായിട്ടല്ല. ഒരു പാനൽ എടുക്കുകയാണെങ്കിൽ ചില പാനലുകൾ വളരെ ജാം പാക്ഡ് ആണ്. അതായത് ഫോർ ഫ്രണ്ടിൽ ഒരു കാര്യം നടക്കുന്നുണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് മൊത്തം ഉണ്ട് അതിൽ. അതെ അതെ അപ്പൊ അതെ അതെ ഇതിന് അതെ. ഓരോ നോയ്സും തുറക്കുന്നത് ഒരു ചരിത്രത്തിന്റെ ഒരു വാതിൽ പോലെയാണ്. അപ്പോ ഇപ്പത്തെ ഒരു ജനറേഷനുള്ള സൗകര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കി ഇതെന്തായിരുന്നു ഈ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്ന് കിട്ടും. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഓരോ പാനലും ഓരോ പേജും ഇതിപ്പോ ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തി ഇത് എടുക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഇൻഫോർമേഷന്റെ ഒരു ട്രഷർ ട്രോവ് പോലെയാണ് എനിക്ക് ആണ്. തോന്നിയിട്ടുള്ളത്. കാരണം ചരിത്രം ഇപ്പൊ ഒരു ഒരു ഇന്നലെ ഒരു ഉദാഹരണം ഞാൻ മാത്രം പറഞ്ഞാൽ ഇപ്പോൾ 1961 1961 ഒരു ലക്കത്തിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ ഈ ബാലമുരളീകൃഷ്ണ പിബരെ രാമരസം പാടുന്നതിനെ കുറിച്ച് ഉം, പുറയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതെ അന്നൊക്കെ ബാലമുരളിയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്ന കാലമാണ്. ആ, അതെ അതെ അതെ, അന്ന് തന്നെ അതൊക്കെ രജിസ്റ്റർ ചെയ്ത് പോകുന്ന ഒരു രീതി അത് ഞാൻ ആനുഷംഗികമായിട്ട് പറഞ്ഞോളൂ. സനിത് തുടർന്ന് പറഞ്ഞോളൂ. ഇപ്പം ഞങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയൂ, ആ, ഞങ്ങളുടെയൊക്കെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ പൊളിറ്റിക്കൽ കാർട്ടൂണിലൂടെയാണ് ഞങ്ങളുടെയൊക്കെ ഈ കാർട്ടൂൺ ആ, സാക്ഷരത ഉണ്ടായി വരുന്നത്. ആ അതെ അതെ നമുക്ക് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പൊളിറ്റിക്കൽ കാർട്ടൂണാണ്. തീർച്ചയായിട്ടും ബോബനും മോളിയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ അതുണ്ടെങ്കിൽ പോലും നമ്മളുടെയൊക്കെ ഈ കാർട്ടൂൺ സാക്ഷരതയെ നിർണ്ണയിച്ചതും രൂപപ്പെടുത്തിയതും ഒക്കെ പൊളിറ്റിക്കൽ കാർട്ടൂണിങ് മാത്രമാണ്. പക്ഷേ നിങ്ങളുടെ ഉം, തലമുറയെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യത്യാസമാണ് ഇത് അതെ തമ്മിലൊരു ഈ പൊളിറ്റിക്കൽ കാർട്ടൂണും മറ്റ് തരത്തിലുള്ള കോമിക് കാർട്ടൂണും തമ്മിൽ ഞാൻ എന്നെ ഒരു അദ്വൈതം എന്ന് പറയും. ഇത് തമ്മിൽ വേറെ അല്ല നിങ്ങൾക്ക്, രണ്ടും ഒന്ന് തന്നെയായിട്ട് അതെ കാണുന്ന ഒരു വലിയ ആ സമയത്താണ് 1960s വളരെ മുൻപേ നടന്നുപോയ ജി അരവിന്ദൻ്റെ ഈ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അതെ അതെ തീർച്ചയായിട്ടും സാർ പറഞ്ഞ പോലെ തന്നെ ഈ മ്യൂസിക്കൽ ഇത് പറഞ്ഞത് കൊണ്ട് തന്നെ അപ്പൊ അത് തന്നെയാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നത്. അതായത് പന്നാലാൽ ഘോഷിന്റെ അപ്പൊ ഞാൻ ആ പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഈ പുസ്തകത്തിലാണ് കേൾക്കുന്നത്. ആ, എനിക്ക് അങ്ങനെ അറിയില്ല അദ്ദേഹത്തിന്റെ ഒരു ബാസുരി കേൾക്കുന്ന. അതും ഇങ്ങനെ ഒരു കോമിക് ബുക്കിൽ ഒരു സൈലന്റ് പാനൽ ഉണ്ട്. ഈ ഒരു നാല് പേരിരുന്ന് 5 പേരിരുന്ന് അത് ആസ്വദിക്കുന്ന ഒരു പാനൽ ഉണ്ട്, വളരെ ശാന്തമായി അപ്പോ ആ ഒരു എക്സ്പ്രഷനിൽ നിന്ന് തന്നെ ആ ഒരു കേൾക്കുന്ന ഒരു മ്യൂസിക് എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ പക്ഷെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേഗം പോയിട്ട് അതൊന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കുമ്പോൾ അതും രാഗം പറഞ്ഞിട്ടാണ് പറയുന്നത്, ഇന്ന അതെ അതെ രാഗത്തിലുള്ള പന്നാലാൽ ഘോഷിന്റെ ഇതാണ് കേൾക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ പോയിട്ട് വേഗം സെർച്ച് ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ചു നേരം അങ്ങനെ ഞാൻ കണ്ടു നോക്കി ഇത് കേൾക്കുമ്പോൾ ഈ ഒരു പാനൽ എങ്ങനെ വായിക്കപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു തലമുറയ്ക്ക് ചിലപ്പോൾ സാധിക്കാവുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു കാര്യങ്ങളായിരിക്കും. ഈ ഒരു പുസ്തകത്തിന്റെ ഒപ്പം ഇങ്ങനെ സമയം ചെലവഴിച്ച് പതുക്കെ അതിനോടൊപ്പം ഒരു ഗുഡ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പോലെ ഇതൊരു കൂടെ തന്നെ ഒരു പരിപാടി നിർത്തി. കാരണം ഇത് ചരിത്രമായതുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഇത് എന്റെ ഒരു കോണ്ടെക്സ്റ്റിലല്ല എന്നുള്ള രീതിയിലല്ല ചിലപ്പോൾ കുട്ടികൾ ചിലപ്പോൾ അതിനൊരു ഇതെനിക്ക് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അന്നത്തെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു, അന്നത്തെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു. പിന്നെ മറ്റൊരു പോയിന്റ് എനിക്ക് ഈ ഒരു പുസ്തകത്തിൽ ഇപ്പൊ ഈ സമ്പൂർണ്ണ രൂപം രാമു അരവിന്ദ് സാർ ചെയ്തിട്ടുള്ള ഈ സമ്പൂർണ്ണ രൂപത്തിന്റെ വലിയൊരു കാര്യം തോന്നിയത് ഓരോ സ്ട്രിപ്പിന്റെ അടിയിലും എഴുതിയിട്ടുള്ള എക്സാക്ട് ഡേറ്റുകളാണ്, ഡേറ്റ് അതെ ഓഫ് പബ്ലിഷിംഗ് ആണ്. അപ്പൊ അത് നേർക്ക് നേരെ ഓക്കെ നെഹ്റുവിന്റെ ഒരു സമയത്തെ മരണം, അല്ലെങ്കിൽ വാറിന്റെ സമയത്തെ ദാരിദ്ര്യം, ഇതെല്ലാം അന്നത്തെ അന്നൊരു വാറുണ്ടായിരുന്നു അപ്പൊ അതെന്താണ്, അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും ഉണ്ട്. അതുപോലെ തന്നെ ഒബ്വിയസ്ലി പല പാനൽസും വർത്തമാന കാലത്തോടും നേർക്ക് നേരെ അതിന്റെ ഒരു ക്രിട്ടിക്ക് കൂടിയാണ്. ചില കാര്യങ്ങൾ മാറിയിട്ടില്ല, സെമാൻറ്റിക്സ് മാറിയിട്ടുണ്ടാവും, ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് മാറിയിട്ടുണ്ടാവും. പക്ഷെ ചില പോയിന്റ്സ് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പൊ നാട്ടിൽ പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന പ്രവാസി അല്ലെങ്കിൽ ഡൽഹിയിലുള്ള കൂട്ടുകാരൻ നാട്ടിലോട്ട് എങ്ങനെയെങ്കിലും തിരിച്ചെത്തിയാൽ മതി, നീ അവിടെ തന്നെ നിന്നാൽ മതി, ആ ഒരു മധുരമായ ഓർമ്മകളായിട്ട് നീ അവിടെ തന്നെ നിന്നാൽ മതി, നീ ഇങ്ങോട്ട് പോരണ്ട. ഇതൊക്കെ ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സുമായിട്ട് വേറൊരു കൾച്ചറൽ സോഷ്യൽ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ പോലും എന്റെ ഈ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ഇപ്പോഴും സംവദിക്കുന്ന മലയാളികളുടെ കാര്യങ്ങളാണ്. മലയാളികളുടെ സജീവമായ പ്രവാസ ജീവിതം തുടങ്ങുമ്പോഴേക്കും ചെറിയ മനുഷ്യരും വലിയ ലോകവും അവസാനിച്ചു എന്നും കൂടെ ആലോചിക്കുമോ. അതെ, അതാണ് ആണ് മറ്റൊരു കാര്യം. 1973 ശരിക്കും മൈഗ്രേഷൻ, ഈ ഗൾഫിലേക്കുള്ള മൈഗ്രേഷൻ ഭയങ്കരമായിട്ട് അപ്പോഴത്തേക്ക് തീർന്നു ചെറിയ മനുഷ്യരും വലിയ ലോകവും. അതായത് ഈ അതെ അതെ ഈ അരവിന്ദൻ എന്ന് പറയുന്ന മഹാപ്രതിഭയുടെ
ഏഹ്, ഇത് ദീർഘദർശിത്വം എന്നൊക്കെ പറയുന്ന ക്ലീശേ വാക്ക് എനിക്ക് ഉപയോഗിക്കണമെന്നില്ല. പക്ഷേ ഈ അതെ അതെ വ- വളരെ മുൻപേ നടന്ന പ്രതിഭയായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ഇതാണ്. പക്ഷേ ഞാൻ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, രണ്ട് തരം വായനക്കാർ ചെറിയ മനുഷ്യരും വലിയ ലോകത്തിനും ഇന്ന് കേരളത്തിലുണ്ട്. ഈ സമ്പൂർണ്ണ പതിപ്പ് ഇറങ്ങുന്ന സമയത്ത് കേരളത്തിലുണ്ട്. ഒന്ന്, ഏഹ്, ഒരു ഗൃഹാതുരത്വത്തോടെ അതിനെ കാണുന്നവർ, ഒരു തീർച്ചയായും. ഗൃഹാതുരത്വത്തോടെ. ഇപ്പം ഞാനൊക്കെ ഗൃഹാതുരത്വം പൂർണ്ണമായും പറയാൻ പറ്റില്ല. ഞാനൊരു ഗൃഹാതുരനല്ല. ഒന്നാമത് ഒരു നൊസ്റ്റാൾജിയ വളരെ കുറവുള്ള ഒരാളാണ് എനിക്ക്. ആ, എങ്കിൽ അതെ പോലും ഈ ചെറിയ മനുഷ്യരും വലിയ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. അത് ഞാൻ നിരസിക്കുന്നില്ല അതിനെക്കുറിച്ച്. മറ്റൊന്നുള്ളത് താങ്കളെ പോലെയുള്ളവരാണ്. അത് ഒരിക്കലൊന്ന് നേരത്തെ സംസാരിക്കുമ്പോൾ സനിത് അതൊന്ന് സൂചിപ്പിച്ചു. ഈ നൊസ്റ്റാൾജിയ എന്നുള്ള വാക്കൊന്ന് സൂചിപ്പിച്ചു. അത് ഉം. ഗൃഹാതുരത്വം എന്നുള്ള വാക്കൊന്ന് സൂചിപ്പിച്ചു. പക്ഷേ സനിതിനെ സംബന്ധിച്ചിടത്തോളം ഈ കോമിക് പരമ്പരയുമായി ബന്ധപ്പെട്ട് ഒരു നൊസ്റ്റാൾജിയയും ഇല്ല. ആകെയുള്ളത് ഉമ്മച്ചി വായിച്ചു എന്നുള്ള ഒരു അറിവ് മാത്രമാണ്. ഉമ്മച്ചി അത് വായിച്ചിരുന്നു എന്നുള്ളതാണ് സനിതിനെ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു നൊസ്റ്റാൾജിക് എലമെൻ്റ് ഇതിനകത്ത്. ചെറിയ മനുഷ്യരും വലിയ അതെ അതെ. ലോകവും ഏതെങ്കിലും ഒരർത്ഥത്തിൽ പഴഞ്ചനാണെന്ന് തോന്നുന്നുണ്ടോ? അയ്യോ, ഒരിക്കലും ഇല്ലെന്ന് മാത്രമല്ല, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു കോമിക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോ ഇതിന്റെ ഒരു പാനലിംഗ്, ദ വേ ഒരു ഇൻഫോർമേഷൻ ഒളിപ്പിച്ച് വെച്ചിട്ട് പിന്നെ അത് റീയൂസ് ചെയ്യുന്ന രീതി, അത് ചിലപ്പോ 3 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും റീയൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ പല അനാലിസിസ് പറയുന്നതാണ്. അതായത് ഒരു കഥാപാത്രത്തിന്റെ ജേണി ഉണ്ട്. ഒരു കഥാപാത്രം 1963 അപ്രത്യക്ഷനായിട്ട് ചിലപ്പോ 67-ലായിരിക്കും പ്രത്യക്ഷനാവുക. ആ ഒരു അത്ഭുതം അതിലുണ്ട് ഓൾറെഡി. പക്ഷെ അതല്ലാതെ തന്നെ ഒരു പാനലിന്റെ തുടക്കത്തിൽ ആദ്യം പറഞ്ഞൊരു പോയിന്റ്, ഒരു കഴിഞ്ഞ ആഴ്ച ഇപ്പോ ഒരു 1964 എന്തോ ആണെന്ന് തോന്നുന്നു, ഒരു പാനലിൽ ഇങ്ങനെ നീ പോയിട്ട് എന്റെ മകളുടെ കല്യാണത്തിന് MD രാമുവിനൊരു ഇത് കൊടുക്കുകയാണ്. നീ കല്യാണത്തിന്റെ കാര്യങ്ങൾ ഒരുക്കണം അതെ, അതെ. എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് വിടുകയാണ്. അങ്ങനെ രാമു അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോവാണ്. അത് ആ പൈസ 50,000 രൂപയായിട്ട് രാമു പോകുന്നതാണ്. ഇത് കഴിഞ്ഞ് അടുത്ത പേജിൽ മൊത്തത്തിൽ ഓൾമോസ്റ്റ് ഒരു സൈലന്റ് ഫുൾ പേജ് ആണ്. അതിലൊന്നുമില്ല, ജസ്റ്റ് ഇൻഫോർമേഷൻ മൊത്തം നമ്മൾ ഓരോന്ന് മനസ്സിലാക്കണം. കല്യാണ ഹാളിൽ പോകുന്നു, പ്രിന്ററുടെ അടുത്ത് പോകുന്നു, കാറ്ററിംഗിന്റെ അടുത്ത് പോകുന്നു, അങ്ങനെ ഓരോ സ്ഥലത്തും പോയിട്ടാണ് ഏറ്റവും അവസാനം അങ്ങനെ ഒരു വിവാഹമെങ്കിലും എനിക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു പോയിന്റിലായി എത്തുന്നത്. പക്ഷെ ആ ഒരു പാനൽ മാത്രം വായിക്കുമ്പോൾ ശരിയാണ് അതിനൊരു കംപ്ലീഷൻ ഉണ്ടെങ്കിൽ പോലും അതിലൊരു ഒരു ദാറ്റ് ഇന്റലിജൻസ്, അതായത് ഒരു അറ്റൻഷൻ സ്പാൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കഴിഞ്ഞ ഒരു പാനലിൽ നിന്ന് വായിച്ചിട്ടേ ഇങ്ങോട്ട് വന്നാൽ കാര്യമുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു മറിച്ച് നോക്കൽ, ഇതിന്റെ ഒരു പതുക്കെ ഇതെന്ന് ഒരിക്കലും പഴഞ്ചനല്ലെന്ന് മാത്രമല്ല, ഇച്ചിരി ഡിമാൻഡിങ് ആണ്. ഒരു വളരെയധികം ഡിമാൻഡിങ് ആണ്. ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു നിങ്ങളുടെ ഒരു ഇന്റലിജൻസിനെ ഒന്ന് മുമ്പിലോട്ട് പുഷ് ചെയ്യുന്ന ഒരു ഇതാണ്. അതേസമയം തന്നെ അതിന്റെ ഒരു ഇമോഷണൽ വാല്യൂ ഉണ്ട്. രണ്ടും ഒരേപോലെ കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര റയർ ആണ്. പലപ്പോഴും ഇന്റലിജന്റ് ആയിട്ട് മാത്രം ഒരു ബുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കണ്ണിയാണ് ഒരു ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത് ത്രൂ ഔട്ട് ആ ഇമോഷണൽ കണക്ഷൻ വളരെ റെപ്പറ്റേറ്റീവ് ആയിട്ട് ഫിഗർ ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് പോയിന്റിലും ഇത് ഭയങ്കരമായിട്ട് ഒരിക്കലും പഴഞ്ചെന്ന് മാത്രമല്ല, ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ഒരു പുതിയൊരു ഇപ്പൊ ആസ് എ കോമിക് പ്രാക്ടീഷണർ എനിക്ക് ഒരു പുതിയൊരു പുസ്തകമായിട്ടാണ് ഇല്ല, തോന്നിയിട്ടുള്ളത്. സനിത് ആലുവയാണ്. ആ, ഇത് അന്നൊക്കെ ഇദ്ദേഹം ഇത് വരയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വരയ്ക്കുകയും എഴുതുകയും ചെയ്യുന്ന സമയത്തുള്ള സാഹിത്യകൃതികൾ നോക്കിക്കഴിഞ്ഞാൽ MT ഏത് നാട്ടിൽ നിന്നാണ് എന്നുള്ളത് ആ സാഹിത്യത്തിൽ വ്യക്തമാണ്. ഇപ്പോൾ ഖസാക്കിൻ ഇതിഹാസം വിജയൻ എഴുതുമ്പോൾ വിജയൻ പാലക്കാട്ട് നിന്നാണെന്നുള്ളത് വ്യക്തമാണ്. ഞാൻ ചോദിക്കുന്നത്, രാമു ഏത് നാട്ടുകാരനാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? രാമു, അതായത് അച്ഛൻ ശങ്കരൻ നായരാണെന്ന് പാനലിൽ ഒരു ഒരു ലക്കത്തിൽ നമുക്ക് മനസ്സിലായി. പറയാൻ. അച്ഛൻ്റെ ശങ്കരൻ നായരുടെ പേര് പറയുന്നുണ്ട്, അച്ഛൻ ശങ്കരൻ നായരാണ്. പക്ഷെ 1960-കളിലെ ഒരു പുതിയ കേരള നഗരത്തിൽ എന്നല്ലാതെ ഇല്ല. രാമു കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രാദേശികനാണെന്ന് ഇപ്പോൾ വായിക്കുമ്പോൾ, അതായത് പുതിയ കേരളത്തിൽ ജീവിക്കുന്ന ഉം. സനദിനെ സംബന്ധിച്ചിടത്തോളം, ആം, സനത് മലയാളിയായിട്ട് പോലും സനദിനെ കാണാൻ പറ്റൂല. സനത് ഈ പുതിയ കാലത്തിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഇന്ത്യക്കാരൻ പോലും അല്ല, നിങ്ങൾ ഒരു ഗ്ലോബൽ സിറ്റിസൺ ആണ്. ആ, ആ, രാമു ഏത് നാട്ടുകാരനാണെന്ന് അന്വേഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി അങ്ങനെ തോന്നിയിട്ടില്ല. അതിന്റെ റീസൺ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ, സാർ പറഞ്ഞ പോലെ, നമുക്കൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ ആ
പുസ്തകത്തിനെ കാണുന്നതുകൊണ്ടായിരിക്കും ഇന്ന ഒരു നാട്ടുകാരനാണ്. ഇപ്പൊ തന്നെ ഇപ്പോ ഓരോ പ്രദേശങ്ങളുടെയും രീതികൾ മാറി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ കേരളം തന്നെ എടുക്കുകയാണെങ്കിൽ എല്ലാവരും ജില്ലകൾ വിട്ട് ജില്ലകളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയും ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് അഡോപ്റ്റ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പൊ പുതിയ തലമുറയുടെ ഇടയിൽ തന്നെ ഏത് സിറ്റി എന്ന് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ എല്ലാ സിറ്റിയിലും ഒരേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു തലമുറയ്ക്ക് ചിലപ്പോൾ അതൊരു വിഷയമേ ആയിരിക്കില്ല, അല്ലെങ്കിൽ അതൊരു കേരളത്തിന്റെ പ്രതിനിധി, അല്ലെങ്കിൽ ഒരു പല രീതികളിലും റിലേറ്റബിലിറ്റി എന്നുള്ള ഫാക്ടറിലായിരിക്കും എനിക്ക് തോന്നുന്നു വർക്ക്. അപ്പൊ ആ ഒരു നാട്ടുകാരൻ ഏതാണെന്നുള്ള സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ട് വലിയ ബോധേഡ് ആയിരുന്നില്ല. കാരണം അതൊരു മൊത്തത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു യാത്രയും ആ ഒരു ഓരോരോ ഫാക്ടറിലുള്ള റിലേറ്റബിലിറ്റിയാണ് കുറച്ചൊക്കെ ചെയ്തത്. എന്നാലും ചില പ്രാദേശികതകൾ കഥാപാത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്തുകാരൻ ഉണ്ട്, അങ്ങനത്തെ പ്രാദേശികതകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഏത് സ്ഥലത്താണ് ഇത്, ഏതൊരു രാമു സ്ഥലത്തിന്റെ രാമു പ്രത്യേകതയാണ് ഏത് നാട്ടുകാരനാണെന്നുള്ളത് ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അത് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ഇൻഫോർമേഷൻ ഇല്ല, അങ്ങനെ ഒരു അന്വേഷണം നടത്താൻ ഇനി തോന്നിയിട്ടില്ല. ഞാൻ അത് ഈ ഏകദേശം എനിക്ക് തോന്നുന്നു ഗോപാലകൃഷ്ണന്റെ ചർച്ചയിൽ എന്തോ അതിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ആ അദ്ദേഹം എന്തോ പറഞ്ഞിരുന്നു, ഇന്ന സ്ഥലത്താകാനുള്ള ഒരു സാധ്യതകൾ എന്നുള്ള സാധ്യതയുണ്ടെന്ന്. രീതിയിൽ. കാരണം ഏതോ ഒരു പോയിന്റിൽ എന്തോ ഒരു ആ ഇൻഫോർമേഷൻ അതിലോട്ട് പോയിന്റ് ചെയ്യുന്നുണ്ടെന്ന് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെയ്യുന്നുണ്ട്. അത് അനാലിസിസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇനി ഞാൻ ഇതിൻ്റെ ഒരു വാല്യൂ സിസ്റ്റം ഇതിൻ്റെ അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ ഇതിനെക്കുറിച്ച് ഒരു രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ശബരിമല ഒന്നിൽ കൂടുതൽ തവണ വരുന്ന ഒരു ആരാധനാലയമാണ് ഈ ചെറിയ മനുഷ്യരും വലിയ ആ, ലോകത്തിൽ. രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, ശബരിമലയിലേക്ക് പോകുന്ന ഒരാളിനോട് ഗുരുജി പറയുന്നുണ്ട്, അവിടെ നിന്നും ശബരിഗിരി പ്രോജക്റ്റിലേക്ക് 3 മൈലേ ഉള്ളൂ സമയം, അല്ല 3 മൈലേ ഉള്ളൂ സമയം കിട്ടുകയാണെങ്കിൽ അവിടെ കൂടി ഒന്ന് പോയി തൊഴുതേക്കണം എന്ന് പറയുന്നുണ്ട്. ശബരിഗിരി പ്രോജക്റ്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, ആ കാലത്തെ വലിയ അതും കൂടെ പോയി ഒന്ന് തൊഴുതേക്കണം എന്ന് പറയുന്നുണ്ട് ഗുരുജി. അതുപോലെ തന്നെ മറ്റൊന്നിൽ രാമു പറയുന്നുണ്ട്, ശബരിമലയ്ക്ക് പോകുന്നവരിൽ, ഇത് 1966 ഒരു കാർട്ടൂണാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. ആം, അതെ, ശബരിമലയ്ക്ക് പോകുന്നവരിൽ അധികവും ചെറുപ്പക്കാരായിരിക്കുന്നു. ഏ ഇപ്പോഴതൊരു അതെ. ഫാഷനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഗുരുജി പറയുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കമൻ്റാണ്. അതിനുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ചോദിക്കാനുള്ള സ്ഥാനത്തിനോട്. സ്വാതന്ത്ര്യ സമരകാലത്ത് വളർന്ന പരാജയപ്പെട്ട ദൈവങ്ങളുടെ പുറകെ പോയവർക്ക് പ്രായമായിരിക്കുന്നു, ഇത് ഹിപ്പോക്രസിയുടെ കാലമാണ് എന്ന് പറയുന്നുണ്ട് ഗുരുജി. ഭയങ്കര ഒരു സനദിന് ഈ പുതിയ കാലത്ത് നിന്ന് ഇത് തന്നെയാണോ പറയാനുള്ളത്, അതോ മറ്റെന്തെങ്കിലും ആണോ? തീർച്ചയായിട്ടും ഒരു ക്രിട്ടീക്ക് ഓഫ് ദ സൊസൈറ്റിയാണ് അത്. അതായത് ഈ പറഞ്ഞ പോലെ പരാജയപ്പെട്ട ദൈവങ്ങളുടെ പുറകെ പോയവർക്ക് പ്രായമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അത്. അത് ഭയങ്കര ഒരു, എനിക്ക് തോന്നുന്നു, ഞാനും ഇപ്പൊ അതിന്റെ ഒരു പെട്ടെന്ന് ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്നതാണ്. കാരണം ഇപ്പോ ഒരു ഗ്രാഫിക് ചരിത്രത്തിന്റെ ഒരു പണിപ്പുരയിലാണ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ട്. അതും ഒരു സോക്കോൾ പരാജയപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഒരു കഥയാണ്. അദ്ദേഹം ചെയ്ത ഇതൊന്നും വിജയിച്ചിട്ടില്ല. സാറിന് അറിയാം അത്. ഒബ്വിയസ്ലി ഡില്ലി ഡാലിയിലും എനിക്ക് തോന്നുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചിട്ടാണ്. ഓ, അത് അതെ. അപ്പൊ ഞങ്ങൾക്കത് അറിയാം. അതിന്റെ ഒരു എല്ലാ എല്ലാ അർത്ഥത്തിലും ശരി. അദ്ദേഹം എടുത്തിട്ടുള്ള ഓരോ ഡിസിഷനും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കയ്യടികൾ കിട്ടുന്ന ഒരു ഡിസിഷൻസ് ആയിരുന്നില്ല എല്ലാ അതപ്പോൾ അത് ചെയ്യുന്നത്, തീരുമാനങ്ങളും. അത് പുതിയ നാരേഷനായിട്ടാണ് ചെയ്യുന്നത്, അതോ അദ്ദേഹത്തിന് ആ കാലത്ത് തന്നെ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കോമിക്കാണോ? എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അന്നത്തെ തന്നെ അന്നത്തെ തന്നെ. അദ്ദേഹത്തിന്റെ ഓക്കെ, ചരിത്രത്തെ തന്നെ ഗ്രാഫിക് ചരിത്രമായിട്ട് മറ്റിവിടെ നിന്നൊരു നോക്കിക്കാണലല്ല, അവിടെ നിന്നുള്ള തന്നെ ഉള്ള ഒരു വെരി ഗുഡ്, വെരി ഗുഡ്, വെരി പാറ്റേൺ ആയിട്ട്. ഗുഡ്. ഓക്കെ. കാരണം എനിക്ക് തോന്നുന്നു അതൊരു അങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ അത് വന്നിട്ടില്ല. അറ്റ്ലീസ്റ്റ് അതൊരു കുട്ടികൾക്കൊക്കെ വായിക്കാനും, എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ ഒരു സ്വാതന്ത്ര്യത്തോട് അടുക്കുമ്പോഴുള്ള, അല്ലെങ്കിൽ 1940-കളിലുള്ള അദ്ദേഹം ചെയ്ത കാര്യങ്ങളിലോട്ടൊക്കെ വളരെയധികം ഫോക്കസ് കൊടുത്തിട്ട് അയ്യോ. അങ്ങനെയാണ്. കാരണം അവിടെയാണ് അതിന്റെ ഒരു ട്രാജഡി, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ റെസനൻസ് വരുന്നത് അവിടെയാണ്. അപ്പൊ ഒബ്വിയസ്ലി അപ്പൊ സാറ് പറഞ്ഞതിലോട്ട് വരാം. അതായത് ഒരു പരാജയപ്പെട്ടവർക്ക് യാതൊരു വിധ വാല്യൂ ഇല്ലാത്തൊരു കാലം തന്നെയാണ് ഇത്. കാരണം അതിന് പല പല ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോ ഞാൻ അത് എനിക്കറിയില്ല, ഞാൻ ഡൈഗ്രസ് ചെയ്ത് പോകണമെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോ സിനിമകൾ ഇറങ്ങുമ്പോഴുള്ള ഒരു ആദ്യത്തെ ചിന്ത പലവിലും വരുന്നത് എത്ര കളക്ട് ചെയ്തു എന്നുള്ള, ബോക്സ് ഓഫീസിൽ എത്ര പൈസ ഉണ്ടാക്കി. അപ്പോ ഞാൻ പറഞ്ഞു എങ്ങനെ ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് 100 കോടി ക്ലബിൽ കയറിയിട്ടില്ല. അപ്പോ അപ്പൊ ആ രീതിയിലുള്ള ഒരു
അപ്പൊ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ എന്നാൽ പോലും അതായ ഒരു അളവുകോൽ എന്ന് പറയുന്നത് വിജയം എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വിജയത്തിന് മാത്രമായിട്ടുള്ള ഒരു ഫോക്കസ് എല്ലാവരും ഒരു കാര്യമല്ല പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഹൈ സ്റ്റാൻഡ് എടുക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ എന്നാൽ പോലും അതൊരു നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാനിങ്ങനെ പലപ്പോഴും നിങ്ങളുടെ ഒരു പേഴ്സണൽ ഇഷ്ടങ്ങൾക്കല്ല പലപ്പോഴും പ്രാധാന്യം, ഒരു വേൾഡിൽ ഒരു ലോകക്രമത്തിൽ എത്ര അതിന് നിങ്ങൾക്കൊരു പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതിന് തന്നെ ആയി. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്നത്തേതിനേക്കാൾ കൂടുതൽ റെസണൻസ് ചിലപ്പോൾ ഇന്നതുണ്ട്. അതുണ്ട്. പരാജയപ്പെട്ടവർ എന്ന് പറയുന്ന സമ്പൂർണമായ ജീവിതം നയിച്ചിരുന്ന എല്ലാതും ഒരു ക്ലീശയാവുക, ക്രിഞ്ച് ആവുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ട്. അപ്പോ ഇനിയും സാറ് പറഞ്ഞത് ഭയങ്കര റിലേറ്റബിൾ ആണ്. അങ്ങനത്തെ ഒരു ലോകം തന്നെയാണ് ഒബിയസ്ലി കുറച്ചും കൂടി അത്തരത്തിലുള്ള ഒരു ലോകത്തിലോട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക അപ്പോ എന്നുള്ളത് എനിക്ക് സത്യമാണ്. ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ജി അരവിന്ദൻ എന്ന് പറയുന്നത് ആം, ഒരു വലിയ മലയാളിയാണ്. ഏഹ് പല പല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചെറിയ മനുഷ്യരും വലിയ ലോകത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സംഭാവനകളായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ മറ്റ് സർഗ സംഭാവനകളായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ ആയിക്കോട്ടെ, അദ്ദേഹം വലിയൊരു മലയാളിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ പുതിയ കാലത്തിന് ആരാണ് അരവിന്ദൻ? പിന്നെ അദ്ദേഹത്തിൻ്റെത് കൂടുതലും കൂടുതലും വായിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും മിക്കവാറും എല്ലാവരും കണ്ടിട്ടുള്ള സിനിമ എനിക്ക് തോന്നുന്നു വാസ്തുഹാരയാണ്. ഉം. ഒബിയസ്ലി മോഹൻലാൽ എന്നുള്ള ഫാക്ടർ ഉള്ളത് കൊണ്ടായിരിക്കാം പലരും ആ സിനിമയെ പറ്റി ചർച്ചകളും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഇടയായിട്ട് ഭയങ്കരമായിട്ട് ഒരു കുമ്മാട്ടി എന്നുള്ള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടികൾക്കിടയായ ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം അത് ഞാൻ ഒന്നുകൂടി വീട്ടിലൊക്കെ ഇട്ടപ്പോ കുട്ടികളൊക്കെ വന്നിരുന്ന് കാണുകയും അത് വളരെയധികം റിലേറ്റബിൾ ആണ്. അതിന്റെ ഒരു വേഗതയും എല്ലാം സാധാരണ സിനിമയാണത്. അസാധാരണ സിനിമയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അത്തരത്തിൽ വളരെയധികം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു വാക്ക് എനിക്കറിയില്ല ഏത്, പക്ഷെ അതെ, വളരെ റിയൽ ആയിട്ടുള്ള ഒരു കേരളത്തിന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധായകനായിട്ടാണ് പുതിയ തലമുറ കൂടുതലും അദ്ദേഹത്തെ ഇപ്പൊ മനസ്സിലാക്കുന്നത്. എനിക്ക് അദ്ദേഹം തീർച്ചയായിട്ടും ചെറിയ മനുഷ്യരും വലിയ അല്ല അതെ ചെറിയ മനുഷ്യരും വലിയ ലോകത്തിന്റെ സ്രഷ്ടാവാണ്. കാരണം ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ്. അതിന്റെ ഒരു ജീനിയസിനോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ വളരെ റിലേറ്റബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ കാലം. ആദ്യം തൊട്ട് ഞാൻ കേട്ട കാലം കഴിഞ്ഞതിന് ശേഷം വായിച്ച അന്ന് തൊട്ടിട്ട് അതിന്റെ പുറകെയുള്ള ഓരോരോ പാനലുകൾ, ഞാൻ ഈ പറഞ്ഞ പോലെ അതിലത്തെ ഓരോ പാനലുകളൊക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് മൂവി ഗ്രൂപ്പിൽ കൊണ്ടുപോയി ഇടുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. ഓരോരോ അതല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഒരു ചർച്ചയുണ്ടല്ലോ, ക്ലിയോപാട്ര പോലെ ഒരു സിനിമ ഉണ്ടാകാൻ ഇവിടെ ഇനിയും കാലങ്ങൾ കാത്തിരിക്കണം. ബോളിവുഡ് സ്റ്റുഡിയോ ഇല്ല, ഒരിക്കലും പരീക്ഷണങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. അപ്പൊ ഗുരുജി അതിന് കൊടുക്കുന്ന ഉത്തരം ഇപ്പോഴും വളരെ റെലവെന്റ് ആണ്. കാരണം കഥ പോലും, അതായത് കഥയെ പറ്റി പോലും ഒരു കഥ ഇല്ലല്ലോ എന്ന് പറയുന്നത് പോലും ഗുരുജി പറയുന്നത് അങ്ങനെയാണ്. കഥയോ സ്റ്റുഡിയോയോ നടന്മാരോ ഇതൊന്നും മാനദണ്ഡങ്ങളല്ല. സിനിമ വേറൊരു കലാരൂപമാണ്. അപ്പൊ അതിനങ്ങനെ കാണുന്നവർക്ക് ഇതൊന്നും പ്രശ്നമല്ലെന്നാണ് യഥാർത്ഥത്തിലുള്ള. അപ്പൊ ആ രീതിയിൽ വളരെ എന്താ പറയുക, പ്രവചനാത്മകമായിട്ടുള്ള രീതിയിൽ സമൂഹത്തെ അതിങ്ങനെ അത്രയ്ക്ക് സത്യസന്ധമായിട്ടാണ് ആ സമൂഹത്തെ അടയാളപ്പെടുത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് ആണ് ഇപ്പോഴുള്ളത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു മേജർ കാർട്ടൂൺ കോമിക് ക്രിയേറ്റർ തന്നെയാണ് എനിക്ക് ജി മനസ്സിലായി. അരവിന്ദൻ. പക്ഷെ ഇനി പലർക്കും പല നമുക്ക് ഈ രീതിയിൽ, അതായത് സമയ മികച്ച സമയത്തിന്റെ കഥ, എന്താ പറയാൻ തോന്നി? അതെ എന്താ പറയാൻ തുടങ്ങിയ? അല്ല മികച്ച രീതിയിൽ ഒരു ആഖ്യാനങ്ങൾ സൃഷ്ടിച്ച വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും എങ്ങനെ നോക്കിയാലും. ഇപ്പൊ അതെ. സിനിമാറ്റിക് രീതിയിൽ നോക്കുകയാണെങ്കിലും ഇത് വെരി നോക്കിയാലും വെരി അദ്ദേഹത്തെ ഇമ്പോർട്ടൻറ്റ്, കാണാം. വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഇനി ഞാൻ ഈ പുസ്തകത്തെ കുറിച്ചാണ്, പ്രത്യേകിച്ച് കോമിക് പബ്ലിഷിങ്ങിൽ കൂടി ഇടപെടുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിലാണ് സനദിനോട് ചോദിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ പ്രൊഡക്ഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എനിക്കറിയില്ല, ഇത് ഭയങ്കര എങ്ങനെയാണ് രാമു സാർ ഇത് പിച്ച് ചെയ്തത്. കാരണം ഇത് വരണം എന്നുള്ള ആഗ്രഹങ്ങൾ, ഇത് ആദ്യമായിട്ട് ഇതിന്റെ പ്രീ ഓർഡർ ലിങ്ക് വരുമ്പോ തന്നെ ഞാൻ വീട്ടിലൊരു 2 ഓട്ടോ ഓടിയിട്ടുണ്ട്. കാരണം നമുക്ക് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. കാരണം അത്രയ്ക്ക് നമ്മൾ ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു പുസ്തകമാണ്. പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ വളരെയധികം ഒരു പുതിയ രീതിയിലുള്ള ഒരു പുസ്തകമാണ്. ശരിക്കും ഒരു ബെഞ്ച് മാർക്ക് പോലെയാണ് അതിനെ കമ്പൈൽ ചെയ്തേക്കുന്നതും. അതൊരു ഹാർഡ് കവർ ബൈൻഡിങ് ആണ്. 750 പേജുകളുള്ള പുസ്തകത്തിനെ ഇങ്ങനെയല്ലാതെ മറ്റു രീതിയിൽ ഇത്രയ്ക്ക് ഒരു ഹാർഡ് കവർ അല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. മറ്റെന്ത് ചെയ്താലും ഇത് വർക്കാവില്ല. പക്ഷെ അത് മാത്രമല്ല, അതിന്റെ ഓരോ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും, പിന്നെ ചില സ്ഥലത്ത് ഇപ്പൊ രാമു സാറിന്റെ ടോക്ക് ഞാൻ കേട്ടിരുന്നു, ചില സ്ഥലത്ത് ഈ ഫോണ്ടുകൾ കൂടി കലർന്നു കിടക്കുന്നതിന്റെ രീതിയിൽ വളരെ മനോഹരമായിട്ട് അത് മാറ്റിയിട്ടുണ്ട്. ചില കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് കുറച്ച് ചെറിയ രീതിയിൽ മനസ്സിലാവും. പക്ഷെ എന്നാൽ പോലും
നമ്മുടെ വായനാസുഖത്ത് ഒട്ടും ഭംഗിക്കാതെ വളരെ മനോഹരമായിട്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെയുള്ള വളരെ നീണ്ട അദ്ദേഹത്തിന്റെ സംഭാഷണം, അതും അക്രോസ് ടൈം, അക്രോസ് ഹിസ് വർക്ക്സ്, അത് വളരെ ഇതാണ്. അത് ഇങ്ങനെ കമ്പൈൽ ചെയ്ത് അടുക്കി അടുക്കി വെച്ചേക്കാണ് പല പല സമയത്ത് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഓരോ സിനിമയെ പറ്റിയും അദ്ദേഹത്തിന്റെ വിശകലനങ്ങൾ, ഈ ചെറിയ മനുഷ്യൻ വലിയ ലോകത്തെ പറ്റിയിട്ടുള്ള അറിവ്, ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്ന കുറെ മറ്റ് മാസികകൾക്ക് വേണ്ടി പബ്ലിഷ് ചെയ്തിട്ടുള്ള അതെ. കാർട്ടൂണുകൾ, അയ്യോ, അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ്. അത് ഇമ്മാരിയബിൾ ആണ്. കാരണം അതിന്റെ ഇപ്പത്തെ ഞാൻ അത് ഇന്ന് ഞാനിപ്പോ ഇത് ഒന്നും കൂടി നോക്കുമ്പോൾ ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഈ കരൂസൽ പോലെ ഇൻസ്റ്റാഗ്രാമിൽ കോമിക് സ്ട്രിപ്പുകൾ ഇടുന്ന വ്യക്തി കൂടിയാണ് ഞാൻ. പൊളിറ്റിക്കൽ സോഷ്യൽ ആയിട്ടുള്ള ഇത് കരൂസൽ പോലെ ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ ഏകദേശം അതേ പാറ്റേണിലാണ് അദ്ദേഹം ഓരോരോ പാനൽ ബൈ പാനൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള ഒരു ഒരു യങ്സ്റ്റർ ഒരു സൂപ്പർ സ്റ്റാർ ആകുന്ന വരെയുള്ള, നഖം കടിക്കുന്ന യങ്സ്റ്റർ ഒരു സൂപ്പർ സ്റ്റാർ ആകുന്നത് വരെയുള്ള, അത് സത്യം പറഞ്ഞാൽ അതിന് എന്തോ സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഒക്കെ ഇടുന്ന പോലത്തെ ഒരു കാർട്ടൂണൊക്കെ പോലെ എനിക്ക് തോന്നി. അപ്പോൾ വേ ഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം, ഡെഫിനറ്റ്ലി അദ്ദേഹത്തിനുള്ള ഒരു കംപ്ലീറ്റ് ഒരു 360 ഡിഗ്രി ട്രിബ്യൂട്ട് തന്നെയാണ് ഈ പുസ്തകം. തന്നെ. ഇനി നമ്മുടെ ഈ സംഭാഷണം അവസാനിക്കുകയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇതിനെ ഒരു കോമിക് ആഖ്യാനം എന്ന് പറയുന്നതാണോ? അങ്ങനെ പറഞ്ഞാൽ പോരെ? ഈ ഗ്രാഫിക് ആഖ്യാനം എന്നുള്ള ഒരു ഭാഷാപ്രയോഗം ഈ പുസ്തകത്തിനെ കുറിച്ച് ആവശ്യമുണ്ടോ? ഇന്നലെ ഈ ചർച്ച ഉണ്ടായിരുന്നു. കാരണം ഞാനിപ്പോ ഒരു കോമിക് പുസ്തകം ഇറക്കിയതാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച. പണ്ട് എന്നുള്ള പേരിലാണ് അതിന്റെ പേര്. ഒരു ഗ്രാഫിക്, അതൊരു കഥാസമാഹാരമാണ്, ചിത്രകഥകളുടെ ഒരു കഥാസമാഹാരം തന്നെയാണത്. പക്ഷെ അതിനെ ഞാൻ വിളിച്ചത്, അല്ലെങ്കിൽ പുറത്തോട്ട് വിട്ടത്, പണ്ട് ഒരു ഗ്രാഫിക് കഥാസമാഹാരം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത്. പണ്ട് എന്നാണ് അതിന്റെ ടൈറ്റിൽ. അപ്പൊ തന്നെ എന്നോട് ഗോകുൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അതുപോലെ എന്നോട് ഇന്നലെ ഇപ്പോ അനിസേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ബോംബെ ബേസ്ഡ് ഒരു ആർട്ടിസ്റ്റ് പുള്ളി പറഞ്ഞു, ഗ്രാഫിക് എന്നുള്ള വാക്ക് നമുക്ക് വേണ്ട, ഇനി നമുക്ക് അത്തരത്തിലുള്ള ഇത് കോമിക് തന്നെയാണ്, കോമിക് ഒരു സീരിയസ് കലാരൂപം തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ അതിനെ ലിമിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് കോമിക് സ്ട്രിപ്പ് ആയിട്ട് വന്നതാണ്, വർക്ക് ആകുമ്പോൾ ഇത് കോമിക് സ്ട്രിപ്പുകളുടെ കളക്ഷനാണ്, അല്ലെങ്കിൽ കോമിക് ആഖ്യാനമാണ് എന്നൊരു വാക്ക് തന്നെ മതി അവിടെ. അത് പലപ്പോഴും പറയുന്നത് ഒരു വില്ലൈസ്നർ, അതിന് എലവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത വാക്കാണ് ഗ്രാഫിക് നോവൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അതിന് ചുമക്കേണ്ട കാര്യമില്ല. അതൊരു ഇറ്റ്സ് എ കോമിക്സ് എന്ന് പറഞ്ഞാൽ മതി, ആന്തോളജി ഓഫ് കോമിക്സ് എന്ന് പറഞ്ഞാൽ മതി എന്ന് എന്റെ അടുത്ത് ഇന്നലെ അതിനെ പറ്റിയിട്ട് ചർച്ചകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്കറിയില്ല, അതൊരു ചെറിയ മനുഷ്യരും വലിയ ലോകത്തിനും അത്തരത്തിലുള്ള വിശേഷണത്തിന്റെ യാതൊരു ആവശ്യമില്ല. അതൊരു കോമിക് സ്ട്രിപ്പ് തന്നെയായിട്ട് വന്നതാണ്. അതിനൊരിക്കലും അങ്ങനെ ഒരു ഗ്രാഫിക് ആണ്, ഇത് കുറച്ച് സീരിയസ് ആണ് കേട്ടോ എന്ന് പറയേണ്ട കാര്യമില്ല. അത് ആ ഒരു പേര് കൊണ്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കഥയാണ്. ചെറിയ മനുഷ്യരും വലിയ ലോകം എന്ന് പറയുന്ന ഒരു കൃതിയായ, അതിന് പിന്നെ ഒരു സബ് ടൈറ്റിൽ ഇതൊരു ഗ്രാഫിക് കഥയാണെന്ന് പറയേണ്ട കാര്യമില്ല. ഇറ്റ്സ് എ മാസ്റ്റർ പീസ് ഓൺ ഇറ്റ്സ് ഓൺ റൈറ്റ്. ചില വർക്കുകൾ അങ്ങനെയാണ്, അതിനങ്ങനെ ഏതെങ്കിലും ഒരു മീഡിയത്തിനോടുമായിട്ട് ടൈ ഡൗൺ ചെയ്താലേ അത് വർക്കാവും, അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇത് അത്തരത്തിലൊരു മാസ്റ്റർ പീസ് ആണ്. പിന്നെ ഞാൻ എന്റെ പേഴ്സണൽ ഇത് പറയുകയാണെങ്കിൽ, ഞാൻ അല്പം പബ്ലിഷർ എന്ന രീതിയിൽ അല്പം പേടിയുള്ള ആൾ കൂടിയാണ്. അപ്പൊ എനിക്കറിയാം, ഞാനിത് പണ്ട് ഒരു കോമിക് കഥാസമാഹാരം എന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഇന്ററാക്ഷൻസ് വെച്ചിട്ട്, ഞാൻ ഈ പുതിയ ആളാണ് കൂടിയാണല്ലോ, പേഴ്സണൽ പലരും കോമിക് എന്ന വാക്കിന് കോമഡിയുമായിട്ട്, അതായത് കോമിക്സ് ബോബനും മോളിയായിട്ട് വെച്ചാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ കോമിക് എന്ന് വെച്ചാൽ ഒരു കോമഡി കഥയാണ് എന്ന് പറയുന്ന രീതിയിലോട്ടുള്ള ഒരു ചിന്ത ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇന്നലെ കൂടി ഒരു IFFK-യിലൊരു ഈ ഞങ്ങളുടെ ഒരു കോമിക് ആർട്ടിസ്റ്റ് ബുക്ക് വെച്ചിരുന്നു അവിടെ. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് അവിടെ പറഞ്ഞത്, പലരും വന്നിട്ട് ഇതിപ്പോ കോമഡി ഉള്ള ഒരു പുസ്തകമാണല്ലേ എന്നുള്ള രീതിയിലാണ് പെട്ടെന്ന് റിലേറ്റബിലിറ്റി ആവുന്നത്. അപ്പൊ എനിക്കറിയില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പേഴ്സിപോളിസ് ഒരു ഗ്രാഫിക് നോവൽ എന്ന് കണ്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് ഇതിന്റെ പിന്നിലുള്ള ഒരു ഈ കോമിക് എന്നുള്ള വാക്കിനെ വീണ്ടെടുക്കുന്നതിന്റെ ഒരു ചിന്ത ഈ അടുത്താണ് ഞാനത് അറിഞ്ഞു തുടങ്ങിയത്. അപ്പൊ ഞാൻ അതിനോട് റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഞാൻ ഈ ഗ്രാഫിക് നോവൽ എന്നുള്ള വേർഡിനോട് ഇഷ്ടമുള്ള വ്യക്തിയാണ് ഞാൻ, കുഴപ്പമില്ല. അത് ഇപ്പൊ പന്നിമലത്ത് ഇറങ്ങി ജോഷി ബെനഡിക്റ്റിന്റെ, അതിനെ ഗ്രാഫിക് നോവൽ എന്നാണ് ജോഷി ബെനഡിക്റ്റ് സർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊരു, എനിക്കറിയില്ല, കേരളത്തിലൊരു ഓഡിയൻസിന് പിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അത് തെറ്റായ ഇതായിരിക്കും, അങ്ങനെ നമ്മുടെ ഓഡിയൻസിനെ വില കുറച്ച് കാണേണ്ട കാര്യമില്ല. എന്നാൽ പോലും ഒരു കോമിക്സ് എന്ന് പറയുമ്പോൾ പല ചിന്തകളിലോട്ട് ആൾക്കാർ പോകുന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഗ്രാഫിക് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ചെറിയ സമയ പരിമിതിക്കുള്ളിൽ ഈ വലിയ സാംസ്കാരിക സംഭവത്തെ,
ചെറിയ മനുഷ്യരും വലിയ ലോകവും സമ്പൂർണ്ണ പതിപ്പിറങ്ങിയ സാംസ്കാരിക സംഭവത്തെക്കുറിച്ച് പുതിയ തലമുറയിൽ നിന്നുമുള്ള ഒരാളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ദില്ലി ദാലി പോഡ്കാസ്റ്റിന് വലിയ സന്തോഷമുണ്ട്. താങ്കളുടെ എല്ലാ സംരംഭങ്ങൾക്കും എല്ലാ വിജയവും ആശംസിക്കുകയാണ്. ഇത്രയും ക്വാളിറ്റി ടൈം തിരക്കിനിടയിൽ ദില്ലി ദാലി പോഡ്കാസ്റ്റിന് നൽകിയതിൽ ഐ ആം താങ്കിങ് യു സനീത്, ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ യുവർ. ആ താങ്ക്സ് അലോട്ട് ഗോകുൽ സർ. അപ്പൊ എനിക്ക് ചെറിയ കാര്യങ്ങൾ പറയാനുള്ളത്, ആ ഞങ്ങൾ പറഞ്ഞ കോമിക്സ് കൂട്ടായ്മ നടത്തുന്നതാണ് കൊച്ചി ബേസ്ഡ് ആയിട്ട് ഇന്ത്യ കോമിക്സ് കമ്മ്യൂൺ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലെല്ലാം എന്താ ചെയ്യുക, മെയിൻ ഞങ്ങളുടെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും ഇന്ത്യ കോമിക്സ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്വതന്ത്രമായി കോമിക് പബ്ലിഷ് ചെയ്യുന്ന കലാകാരന്മാർക്ക് ഒരു വേദി കൊടുക്കുക എന്നുള്ളതാണ്. നോൺ പ്രോഫിറ്റ് വോളണ്ടിയർ ഡ്രിവൺ ആയിട്ടുള്ള ഫെസ്റ്റിവൽ ആണ്. അപ്പൊ അവിടെ ആർക്കും ഒരു കോമിക് ആയിട്ട് വരുന്നത് ആർക്കും ഒരു ടേബിൾ ഒരു ചെറിയ നോമിനൽ എമൗണ്ടിന് ബുക്ക് ചെയ്യാം. അതെ അതെ. അപ്പോൾ അതിന്റെ ഇത് ഈ ഡിസംബർ 22 നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഈ സൺഡേ ആണ്. അത് എറണാകുളം വുമൺസ് അസോസിയേഷൻ ഹാളിൽ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവരും അവിടെ വരിക. പുതിയ തലമുറ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ സാധിക്കും. അവിടെ ചെറിയ മനുഷ്യൻ വലിയ ലോകവും ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ദില്ലി ദാലി കാണുന്ന കേൾക്കുന്ന എല്ലാ ആളുകളും ഈ സംരംഭത്തിൽ പങ്കെടുക്കണമെന്ന് ഞാനും വ്യക്തിപരമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു വൺസ് അഗൈൻ സനീത് ഫോർ യുവർ ക്വാളിറ്റി ടൈം. താങ്ക് യു സോ മച്ച് ഗോപാലകൃഷ്ണൻ സർ. താങ്ക് യു.